കുരുമുളക് വില 700 രൂപ കടന്നിട്ടുണ്ട്. ഉൽപ്പാദനം കുറയുന്നത് പക്ഷേ കർഷകർക്ക് തിരിച്ചടിയാകുന്നു. വില കൂടിയെങ്കിലും മിക്ക കർഷകരും ഇതിനു മുമ്പ് തന്നെ കുരുമുളക് വിറ്റുകഴിഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും മിക്ക കർഷകരും ഏലം ഉൾപ്പെടെ മറ്റ് കൃഷികളിലേക്ക് മാറാനുള്ള കാരണവുമാകുന്നുണ്ട്. മാർച്ച് ആദ്യവാരം 1 കിലോ കുരുമുളകിന് 683 രൂപയായിരുന്നു. ഇപ്പോഴിത് 700 രൂപയ്ക്ക് മുകളിലെത്തി. എന്നാൽ ഉൽപാദനം കുത്തനെ കുറഞ്ഞത് കർഷകർക്ക് തിരിച്ചടിയായി. ഉൽപാദനം തീരെ അങ്ങ് കുറഞ്ഞു. പണികളൊന്നും എല്ലാം ശരിയാകുന്നില്ല. എല്ലാ ഏലത്തോട് തിരിഞ്ഞപ്പോഴത്തേക്കും കുരുമുളക് സത്യം കുറഞ്ഞു. കാലാവസ്ഥ വ്യതിയാനം വന്നു. എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും ഉൽപാദനത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുമുണ്ട്. കാലാവസ്ഥയുടെ മാറ്റം എല്ലാം കൂടെ വന്നപ്പോൾ വില വലിയ കുഴപ്പമില്ലാത്ത രീതി ഇപ്പം വന്നു. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. കൃഷിക്കാർക്ക് ചരക്കുള്ളപ്പം വിലയില്ല, വിലയുള്ളപ്പോൾ ചരക്കുമില്ല. ആ രീതിയിൽ വന്നു. 2004 ഇടുക്കി ജില്ലയിൽ 83,000 ഹെക്ടറിൽ കുരുമുളക് കൃഷിയുണ്ടായിരുന്നു. 2019 ആയപ്പോഴേക്കും ഇത് പകുതിയായി കുറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനവും രോഗബാധയും മൂലം പല കർഷകരും മറ്റു കൃഷികളിലേക്ക് മാറുകയാണ്. കൊടിയിടുക, പരിപാലിച്ചു വന്നു. രണ്ടാം കൊടി കായ്ച്ചു വരുമ്പോഴത്തേക്കും അത് കേട് ബാധിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് കൊടിക്ക് ആയുസില്ലാണ്ടാകുകയാണ്. കാലാവസ്ഥ മാറ്റമാണോ എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എല്ലാവരും അതിൽ നിന്ന് പിന്മാറി ഇപ്പം ഏലകൃഷിയായിട്ടാണ് ശ്രദ്ധ തിരിച്ചിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി മൂലം കുരുമുളക് വിളവെടുത്താൽ ഉടൻ തന്നെ വിൽക്കാൻ കർഷകർ നിർബന്ധിതരാകും. അതിനാൽ സീസണിന്റെ അവസാന ഘട്ടത്തിലുണ്ടാകുന്ന വിലവർധനയുടെ ഗുണം കർഷകർക്ക് ലഭിക്കാറില്ല. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.